അങ്ങനെ സെപ്റ്റംബർ 16 ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ആപ്പിൾ iOS 18 ഒഫീഷ്യലി നമ്മളുടെ എല്ലാം ഡിവൈസിലേക്ക് റിലീസ് ചെയ്തത്. അതായത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ, ഐഫോൺ 10R 10s മുതൽ ഐഫോൺ 16 Pro Max വരെയുള്ള എല്ലാ ഡിവൈസിലും നമുക്ക് iOS 18 സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ iOS 18ലെ 40-ലധികം ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 18.1 അപ്ഡേറ്റിൽ നമ്മളുടെ എല്ലാം ഡിവൈസുകളിൽ വരാൻ പോകുന്ന പുതിയ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്, ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് സംസാരിക്കുന്നത്. സോ ദിസ് ഇസ് മീ മെലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഇതിലെ ഒന്നാമത്തതും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഫീച്ചർ നമ്മളുടെ എല്ലാ ഡിവൈസിലും, അതായത് iOS 18 സപ്പോർട്ട് ചെയ്യുന്ന സകല ഡിവൈസുകളിലും, ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ മുതലുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യമാണ്. വിച്ച് ഇൻക്ലൂഡിങ് ഐഫോൺ 10R 10s ഇതുപോലുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് ലഭിക്കാൻ പോവുകയാണ് ഈ ഒരു iOS 18.1 എന്ന് പറയുന്ന അപ്ഡേറ്റോടെ. ജൂണിൽ iOS 18 റിലീസ് ചെയ്തപ്പോൾ നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ്. നമ്മൾ അന്നത്തെ വീഡിയോയും നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. iOS 18ൽ കോൾ റെക്കോർഡിംഗ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഏതൊക്കെ ഡിവൈസുകളിൽ വരുന്നു എന്നുള്ള കാര്യങ്ങൾ ആപ്പിൾ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ആപ്പിൾ ഫൈനലി അത് റിവീൽ ചെയ്തേക്കാണ്. കൃത്യമായിട്ട് എല്ലാ ഡിവൈസുകളിലും കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഫീച്ചർ എനേബിൾ ചെയ്യുന്നുണ്ട്. സോ iOS 18.1 അപ്ഡേറ്റിൽ നിങ്ങളുടെ എല്ലാ ഡിവൈസിലും ഐഫോൺ കോൾ റെക്കോർഡിംഗ് വരും. ഇതിൽ ഐഫോൺ 10R 10s 11 സീരീസിലെല്ലാം നമുക്ക് നോർമൽ കോൾ റെക്കോർഡിങ്ങേ കാണത്തുള്ളൂ. എന്നാൽ അതിന് മുകളിലേക്ക് വരുന്ന ഡിവൈസുകളിൽ ഐഫോൺ 12 മുതൽ നമുക്ക് കോൾ റെക്കോർഡിംഗ് ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന ഫീച്ചർ ലഭിക്കുന്നതായിരിക്കും. സോ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാകും. പക്ഷേ എല്ലാ ഡിവൈസുകളും കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് ഇനി ലഭിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ കാണുന്ന വിജിറ്റാണ്. ഇത് ട്രൂ കോളറിൻ്റെ വിജിറ്റാണ് നിങ്ങൾ ഈ മേളിൽ കാണുന്നത്. സോ ട്രൂ കോളർ വിജിറ്റിൽ നമുക്ക് ബിൽറ്റ് ഇൻ കോൾ റെക്കോർഡർ വരാൻ പോവാണ്. അതോടൊപ്പം തന്നെ ഐഫോണിൽ കോളർ ID ഫീച്ചറും കൊണ്ടുവരുവാണ്. ഇത് വർഷങ്ങളായിട്ടുള്ള ഐഫോൺ യൂസേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. ആൻഡ്രോയിഡിൽ നമുക്കറിയാം ഒരു കോൾ വരുന്ന ടൈമിൽ തന്നെ അത് സ്പാം ആണോ അല്ലെങ്കിൽ അതിൻ്റെ കോളർ ID എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യായിരുന്നു. ഇത് ഐഫോൺ ഇതുവരെ ആ ഒരു API എനേബിൾ ചെയ്യാത്തതുകൊണ്ടായിരുന്നു മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊന്നും അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കാഞ്ഞത്. പക്ഷേ ആപ്പിൾ ഇപ്പം ആ ഒരു കോളർ ID ലുക്കപ്പ് എനേബിൾ ചെയ്തേക്കുവാണ് അതിൻ്റെ API. സോ അതുകൊണ്ട് തന്നെ താമസിക്കാതെ നമുക്ക് ട്രൂ കോളർ ID ഫീച്ചറും ഐഫോണിലേക്ക് കൊണ്ടുവരുന്നു. നാലാമത് സ്ക്രീൻ റെക്കോർഡിങ്. നമുക്കിപ്പം ഡിവൈസിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡിവൈസ് ആ ഒരു റെക്കോർഡിങ് പോസ് ആക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പുതിയൊരു പോപ്പപ്പ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് ആ ഒരു സ്ക്രീൻ റെക്കോർഡിങ് സേവ് ചെയ്യണോ അതോ ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൽ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. നമുക്കറിയാം ആപ്പിൾ വാച്ചിന് പ്രത്യേകിച്ച് പോർട്ടോ അല്ലെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാൻ ഐട്യൂൺസുമായിട്ട് കണക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഓപ്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ റീസ്റ്റോറേഷനും ബാക്കപ്പും എല്ലാം നടത്തുന്നത് വയർലെസ്ലിയാണ്. സോ iOS 18.1 അപ്ഡേറ്റ് മുതൽ ഐഫോൺ 16 സീരീസിൽ നമുക്ക് വയർലെസ്ലി ഇനി നിയർ ബൈ ഡിവൈസുകൾ, നിയർ ബൈ വേറൊരു മൾട്ടിപ്പിൾ ഐഫോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ റീസ്റ്റോർ ചെയ്യാനും അവിടെ നിന്ന് തന്നെ ബാക്കപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഡിവൈസ് ഐട്യൂൺസുമായിട്ടൊന്നും കണക്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വയർലെസ്ലി ഡിവൈസ് സോഫ്റ്റ്വെയർ റീസ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു ഫീച്ചറും ആപ്പിൾ എനേബിൾ ചെയ്യുന്നുണ്ട്. പിന്നീട് ക്യാമറ ആപ്ലിക്കേഷനിലാണ്. ഇതുവരെ നമുക്കറിയാം വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് സ്പേഷ്യൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കായിരുന്നു. അതിനുള്ള ഒരു ഐക്കൺ സൈഡിൽ ഇവിടെ വരുമായിരുന്നു. എന്നാൽ ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല. iOS 18.1 മുതൽ നമുക്ക് അതിനുവേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരുവാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോട്ടോ, പോർട്രേറ്റ്, ദെൻ സ്പേഷ്യൽ മോഡ് എന്ന് പറയുന്ന ഒരു പുതിയ ഫോട്ടോ മോഡ് അല്ലെങ്കിൽ ക്യാമറ ആപ്പിനകത്ത് പുതിയൊരു മോഡ് ആപ്പിൾ കൊണ്ടുവരുവാണ്. സോ ഈ സ്പേഷ്യൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് ഡെപ്ത് എഫക്റ്റ് ഉള്ള ഫോട്ടോസും വീഡിയോസുമാണ്. അത് വിഷൻ പ്രോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാത്രം വ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നൊരു ഫീച്ചറാണ്. സോ ഈ സ്പേഷ്യൽ മോഡ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഇനി മുതൽ ഐഫോൺ 15 പ്രോയ്ക്ക് മുകളിലേക്കുള്ള ഡിവൈസുകളിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഇത് ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു UI കുറച്ചും കൂടെ വ്യത്യസ്തമായുള്ള UI ആണ്. കാരണം ഇത് പണ്ട് എവിടെയോ വന്ന് കണ്ട് മറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്. പഴയ ഐഫോൺ 4S അല്ലെങ്കിൽ 3G ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം, നിങ്ങൾക്ക് വീഡിയോയും ഫോട്ടോയും സ്വിച്ച് ചെയ്യാൻ ഇങ്ങനെ ഒരു മോഡോ ഓപ്ഷൻസോ ഒന്നും ഇല്ലായിരുന്നു. പകരം ഇതുപോലെ ഈ ലാൻഡ്സ്കേപ്പിൽ ഞാൻ പിടിച്ചേക്കുമ്പോൾ ഇവിടെ സൈഡിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഫോട്ടോ വീഡിയോ സ്വിച്ച് ചെയ്യാനുള്ളത്. ഇങ്ങനെ ഒരു ടാബ് അല്ലെങ്കിൽ ഒരു ബട്ടൺ ആയിരുന്നു പണ്ട് ഐഫോൺ 3GS 4S ഒക്കെ യൂസ് ചെയ്തവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഇങ്ങനൊരു ബട്ടണാണ് ഉണ്ടായിരുന്നത്. സോ ആ ബട്ടൺ, അതുപോലത്തെ ഒരു ബട്ടൺ ആപ്പിൾ തിരികെ ഇപ്പം സ്പേഷ്യൽ വീഡിയോ ഫോട്ടോ മോഡിലേക്ക് കൊണ്ടുവന്നേക്കുവാണ്. പിന്നീട് കൺട്രോൾ സെൻറ്ററിലാണ് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. ഇത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ താഴത്തേക്ക് പോകുമ്പോൾ ഈ ഒരു നെറ്റ്വർക്കിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ ടാബിൽ വ്യൂവിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ വന്നേക്കുന്ന ചേഞ്ചസ് കാണാൻ സാധിക്കും. വലിയൊരു പ്ലാറ്ററാണ് കൊടുത്തേക്കുന്നത്. സോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഈ ഒരു വിജിറ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കുന്നതാണ്. പക്ഷേ നമുക്ക് യൂസേഴ്സിന് കുറച്ച് ഹാൻഡി ആയിട്ട് തോന്നും. പിന്നീട് മെസ്സേജസ് ആപ്പിലാണ് കുറച്ച് മാറ്റങ്ങൾ വന്നേക്കുന്നത്. വീണ്ടും നമുക്ക് ഇത് 18.1 ആണ്, ഇത് iOS 18 ആണ്. ഒന്നാമത്തെ കാര്യം യൂണിഫൈഡ് പിക്കർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ആപ്പിൾ എനേബിൾ ചെയ്തേക്കാണ്. നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കേഴ്സ് ഇമോജിയുടെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും.
ഫ്രീക്വൻലി യൂസ്ഡ് ആയിട്ടുള്ള ഇമോജീസും സ്റ്റിക്കേഴ്സും അത് ഒരുമിച്ചല്ല സെപ്പറേറ്റഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് iOS 18. എന്നാൽ iOS 18.1 വന്നപ്പം ആ ഒരു ഇമോജിയും സ്റ്റിക്കേഴ്സും എല്ലാം ഒരുമിച്ചാണ് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പിക്കറിനകത്താണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ഒരു ഇമോജീസ്, ഈ രണ്ട് ഇമോജീസും തമ്മിലുള്ള സ്പേസിങ്ങും അതിൻ്റെ സൈസിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. കാരണം മൊത്തത്തിൽ ഇമോജീസിൻ്റെ സൈസിൽ കാര്യമായിട്ടുള്ളൊരു ഇൻക്രീസ് കൊണ്ടുവന്നേക്കുവാണ്, അത് തമ്മിലുള്ള സ്പേസിലും കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് കാണാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്, താഴെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇവിടെ ഈ ഒരു റീസെൻറ്റ് ടാബ് അല്ലാന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി യൂസ്ഡ് ഇമോജീസ് കാണാം. അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റിക്കേഴ്സ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കർ ടാബ് കാണാൻ സാധിക്കും. നമുക്ക് അവിടെ അങ്ങനെ സ്റ്റിക്കർ ടാബ് കാണാൻ സാധിക്കത്തില്ലായിരുന്നു, കാരണം രണ്ടും സെപ്പറേറ്റഡ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ സ്റ്റിക്കർ ടാബ് ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ എന്നാൽ 18.1 നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് പുതിയതായിട്ട് വളരെ എളുപ്പം ഒരു ഇമേജ് നമ്മൾ ടാപ്പ് ചെയ്ത് ആഡ് സ്റ്റിക്കർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ സ്റ്റിക്കറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് RCS സപ്പോർട്ട് നമുക്കറിയാം. ഇപ്പം iOS 18 RCS സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ആൻഡ്രോയിഡ് ടു ഐഫോൺ, ഐഫോൺ ടു ആൻഡ്രോയിഡ് വളരെ ഹൈ ക്വാളിറ്റി ഫോട്ടോ, വീഡിയോസ് കാര്യങ്ങളെല്ലാം നമുക്ക് നോർമൽ മെസ്സേജ് ത്രൂ സെൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറയുന്നത്. എന്നാൽ RCS എവിടെ എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം RCS സെറ്റിങ്സിൽ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് RCSൻ്റെ ഒരു പോപ്പപ്പ് വരും, അല്ലെങ്കിൽ സെർച്ച് റിസൾട്ട് വരും. എന്നാൽ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജിൻ്റെ സെറ്റിങ്സിലാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു സാധനം കാണാൻ സാധിക്കുന്നില്ല. കാരണം RCSൻ്റെ ഓപ്ഷൻ കാരിയർ ത്രൂ ഇവിടെ ഇന്ത്യയിൽ എനേബിൾഡ് അല്ല. എന്നാൽ നിലവിൽ iOS 18.1 അപ്ഡേറ്റോടെ ചൈന മെയിൻലാൻഡിലും iOS 18 റൺ ചെയ്യുന്ന ഡിവൈസുകളിൽ RCS സപ്പോർട്ട് ലഭിക്കുന്നതാണ്. ഇൻ നിയർ ഫ്യൂച്ചറിൽ താമസിക്കാതെ തന്നെ നമ്മുടെ ഇന്ത്യയിലും ഇതിന് സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന പല പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് ആകും. സോ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം അല്ലെങ്കിൽ കാരിയർ ഈ ഒരു RCS സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിൽ പോവാം. അതിൽ എബൌട്ട് ഓപ്ഷനിൽ പോവാം. ഇവിടെ എബൌട്ട് ഓപ്ഷനിൽ നമ്മുടെ കാരിയറിൻ്റെ അവിടെ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജിയോ ആണ് അവിടെ പേര്, നിങ്ങളുടെ സിം ഏതാണ്, ഐഡിയ ആണ്, എയർടെൽ ആണ്, VI ആണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം വോയിസ് ആൻഡ് SMS മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ ജിയോയുടെ സിമ്മിൽ നമുക്ക് RCS സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതിവിടെ കാണിക്കാത്തത്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത 40+ iOS 18 ഫീച്ചേഴ്സിൻ്റെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാൻ മിസ്സായിപ്പോയി. അതായത് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന ഈ ഫീച്ചർ നമുക്ക് iPhone 15 Pro മുതലുള്ള ഡിവൈസുകളിലേ ലഭിക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് iPhone 15 Proയിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പം റൺ ചെയ്യുന്നത് iOS 18.1 ആണ്. അതിൻ്റെ ബീറ്റ റൺ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിത് ലഭിക്കുന്നത്. സോ അതുകൊണ്ടാണ് നിങ്ങൾ iOS 18 അപ്ഡേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് അവിടെ സിറി എന്ന് മാത്രം കാണിക്കുന്ന iOS 18.1 വരുമ്പോൾ ഞാൻ ബീറ്റ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിതിപ്പം ലഭിക്കുന്നത്. നിങ്ങൾ iOS 18.1 അപ്ഡേറ്റ് റിലീസ് ആയി കഴിയുമ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ആപ്പിൾ ഇൻ്റലിജൻസിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഇവിടെ ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ക്വിക്ക് ടൈപ്പ് ഓപ്ഷൻ വരും. അതിൽ നമ്മളിപ്പം വാട്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു സെൻറ്റൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സജഷൻസ് ഇപ്പോൾ ലഭിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ കാണാം വാട്ട്സ് എ ഷോർട്ട് കട്ട്, വാട്ട്സ് എ വെദർ ദിസ് വീക്ക്, അങ്ങനെയുള്ള പല സജഷൻസ് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സും ആഡ് ചെയ്യുന്നതനുസരിച്ച് അതിനുള്ള സജഷൻസ് ഇങ്ങനെ മാറി വന്നുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ ഒരു മാറ്റം ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പാസ്വേഡ് ആപ്പ് iOS 18 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് ആപ്പാണ് ഇത്. സോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു മാറ്റം ആപ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എയർ ഡ്രോപ്പിൻ്റെ ഒരു ഐക്കൺ മേളിൽ കാണാൻ സാധിക്കും. പുതിയൊരു ഷെയർ ഓപ്ഷനാണ്. സോ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഒരാൾക്ക് എയർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നേരത്തെ ഇവിടെ നമുക്ക് ഈ ഒരു ഷെയർ ഷീറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അത് മാറ്റി ആ ഒരു ഐക്കണിൽ ചേഞ്ച് ആപ്പിൾ iOS 18.1 കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് വന്ന മാറ്റം കാൽക്കുലേറ്റർ ആപ്പിലാണ്. ഹിസ്റ്ററി നമുക്ക് ഇപ്പം കാൽക്കുലേറ്റർ ആപ്പിൽ പ്രീവിയസ്ലി നമ്മൾ ചെയ്ത കണക്കിൻ്റെ ഹിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഈ ഒരു ഹാംബർഗർ ടൂളിൽ ടാപ്പ് ചെയ്താൽ ഹിസ്റ്ററീസ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ iOS 18.1 വന്നപ്പം ആ ഒരു പോപ്പപ്പ് അത് വരുന്ന രീതിക്ക് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. സോ ഇതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ താഴെ നിന്നാണ് മേളിലേക്ക് നമ്മുടെ ഹിസ്റ്ററി പ്രിവ്യൂ വരുന്നത്. പിന്നെ iWork ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ പേജസ് നിങ്ങളിപ്പം സെർച്ച് ചെയ്യുവാണെങ്കിൽ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാം പുതിയൊരു റീഡിസൈൻഡ് ആ ഒരു ഇൻട്രോ പേജ് അല്ലെങ്കിൽ വെൽക്കം പേജ് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് iOS 18.1 വന്നിരിക്കുന്ന കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, ബാറ്ററി ആൻഡ് ബഗ്ഗിലേക്ക് പോകുമ്പോൾ ഞാൻ ഫേസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ചെയ്ത് ഞാൻ ഇവിടെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ, ഏതെങ്കിലും പുതിയ കൺട്രോൾ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കിയാൽ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യും, ഇതുപോലെ ഡിവൈസ് റീസ്പ്രിങ് ചെയ്യുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഡിവൈസ് റീസ്പ്രിങ് ആയി ഡിവൈസ് ഓണായി വരും. പക്ഷേ റീസ്പ്രിങ് ആയി പോകും. എനിക്ക് കൺട്രോൾസ് ഒന്നും ആഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ ഐക്കൺസ് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ ഡിലേ പോലെ, അതായത് ഐക്കൺസ് ഒന്ന് റീഫ്രഷ് ആയി വരാൻ ചെറിയൊരു ഡിലേ, വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ മില്ലി സെക്കൻഡ് ഡിലേ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വേറെ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഇഷ്യൂ ഒന്നും തന്നെ ഫേസ് ചെയ്യുന്നില്ല.
ഇനി ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരുമ്പം ഈ ഒരു ദിവസത്തെ യൂസേജ് കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ താമസിക്കാതെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു പ്രോപ്പർ റിസൾട്ട് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് iOS 18 വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഫീച്ചേഴ്സും ചേഞ്ചസും എല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.